أعوذ بالله من الشيطان الرجيم. تبارك الذي إن شاء جعل لك خيرا من ذلك جنات تجري من تحتها الأنهار ويجعل لك قصورا بل كذبوا بالساعة وأعتدنا لمن كذب بالساعة سعيرا إذا رأتهم من مكان بعيد سمعوا لها تغيظا وزفيرا وإذا ألقوا منها مكانا ضيقا مقرنين دعوا هنالك ثبورا لا تدعوا اليوم ثبورا واحدا وادعوا ثبورا كثيرا قل أذلك خير أم جنة الخلد التي وعد المتقون كانت لهم جزاء ومصيرا لهم فيها ما يشاءون خالدين كان على ربك وعدا مسئولا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സൂറത്തുൽ ഫുർഖാനിലൂടെയാണ് നമ്മുടെ പഠന പരമ്പര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 9 ആയത്തുകളാണ് ഇതിനകം നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞത്. 10ാമത്തെ ആയത്ത് മുതൽക്കാണ് ഇന്ന് നമുക്ക് വിശദീകരിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ളത്. തബാറക്കല്ലദീ ഇൻ ശാഅ ജഅല ലക ഖൈറൻ മിൻ ദാലിക ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ വയജഅൽ ലക ഖുസൂറ. കഴിഞ്ഞ ആയത്തുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി, അറേബ്യൻ ജനത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അവർ പറഞ്ഞത്, എന്താണ് ഈ പ്രവാചകൻ ഇങ്ങനെ ദാരിദ്ര്യവും കഷ്ടപ്പാടുമൊക്കെയാണല്ലോ, ഇദ്ദേഹത്തിന് കുറച്ച് നിക്ഷേപം ഇട്ടുകൊടുക്കപ്പെടാത്തതെന്ത്, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ഭക്ഷിക്കാവുന്ന നിലക്ക് ഒരു തോട്ടം ഇവിടെ ഉണ്ടാകാത്തതെന്ത് എന്നൊക്കെ ചോദിച്ചിരുന്നുവല്ലോ. അള്ളാഹു അതിന് മറുപടി പറയാണ്, തബാറക്കല്ലദീ ഇൻ ശാഅ ജഅല ലക ഖൈറൻ മിൻ ദാലിക. തബാറക്ക എന്ന് പറഞ്ഞാൽ അനുഗ്രഹീതനായിരിക്കുന്നു, നന്മയേറിയവനാകുന്നു. ഈ സൂറത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ വിശദീകരിച്ചതാണ് തബാറക്ക. കാരണം ഈ അധ്യായം തുടങ്ങിയത് തന്നെ തബാറക്ക എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. അപ്പൊ തബാറക്കല്ലദീ, തബാറക്ക നന്മയേറിയവനാകുന്നു, അല്ലദീ ഒരുവൻ. അള്ളാഹുവിനെ സംബന്ധിച്ച് അവൻ പറയാണ്, അള്ളാഹു നന്മയേറിയവനാണ്. ആരാണവൻ? എങ്ങനെയുള്ള അള്ളാഹുവാണ്? ഏറെ നന്മ, സമൃദ്ധമായ നന്മയുടെ ഉടമയാണവൻ. ആ അള്ളാഹു തബാറക്കല്ലദീ ഒരുവൻ, യാതൊരുവൻ നന്മയേറിയവനാകുന്നു. ഇൻ ശാഅ അവൻ ഉദ്ദേശിക്കുന്ന പക്ഷം, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ജഅല ലക നിനക്കവൻ ഉണ്ടാക്കിത്തരുന്നതാണ്. ജഅല ലക നിനക്കവൻ ഉണ്ടാക്കിത്തരുന്നതാണ്.
ഖൈറൻ മിൻ ദാലിക, അതിനേക്കാൾ ഉത്തമമായത്, ഇവരിപ്പോ പറഞ്ഞതിനേക്കാൾ ഉത്തമമായത് അള്ളാഹു ഉദ്ദേശിച്ചാൽ താങ്കൾക്ക് നൽകുവാൻ അള്ളാഹുവിന് ഒരു പ്രയാസവുമില്ല. ഒരു പറഞ്ഞല്ലോ നിക്ഷേപവും അതുപോലെ തന്നെ ഭക്ഷിക്കാവുന്ന നിലക്കുള്ള തോട്ടങ്ങളുമൊക്കെ. ഇതിനേക്കാളൊക്കെ ഉത്തമമായത് നൽകുവാൻ അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം അത് യാതൊരു പ്രയാസവുമുള്ള സംഗതിയല്ല അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൗതികമായ ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇതൊന്നും വേണ്ട എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ തെരഞ്ഞെടുത്തത് പരലോകമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഭൗതികമായ സുഖസൗകര്യങ്ങൾ ധാരാളമായി ഒത്തിണങ്ങിയ ഒരു രാജാവാകണോ അതോ വിനീതനായ പ്രവാചകനാകണോ എന്ന ചോദ്യത്തിന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തെരഞ്ഞെടുത്തത് എന്തായിരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഇവരി പറയുന്ന രൂപത്തിലുള്ള ഒന്നും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നൽകുക എന്നുള്ളത് അള്ളാഹുവിനൊരു പ്രയാസമുള്ള സംഗതിയേ അല്ല. അതുകൊണ്ട് അള്ളാഹു അവനെ തെറ്റി തന്നെ പറയാണ്, തബാറക്കല്ലദീ, ഒരുവൻ ഏറെ നന്മയേറിയവനാണ്. ആരാണ് അള്ളാഹു ഇൻഷാ അവൻ ഉദ്ദേശിക്കുന്ന പക്ഷം ജഅല ലക, നിനക്കവൻ ഉണ്ടാക്കി തരുന്നതാണ്, ഖൈറൻ മിൻ ദാലിക, അതിനേക്കാളൊക്കെ ഉത്തമമായത്, ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അടിഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന തോട്ടങ്ങൾ അള്ളാഹു നിനക്ക് നിശ്ചയിച്ചു തരുന്നതാണ്. ഈ ഭൂമിയിൽ അള്ളാഹുവിനത് എളുപ്പമാണ്. അടിഭാഗത്തുകൂടെ അരുവികൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നല്ല മനോഹരമായ നയനസുന്ദരമായ ദൃശ്യമനോഹരമായ ആ നിലക്കുള്ള ഒരു തോട്ടം താങ്കൾക്ക് നിശ്ചയിച്ചു തരാനും അത് ഉണ്ടാക്കിത്തരാനും അള്ളാഹുവിന് കഴിവുള്ളവനാണ്. മാത്രമല്ല വയജ്അൽ ലക ഖുസൂറാ, വയജ്അൽ ലക, നിനക്ക് ഉണ്ടാക്കി തരികയും ചെയ്യും അവൻ, ഖുസൂറൻ, മണിമാളികകൾ. ഖുസൂർ എന്ന് പറഞ്ഞാൽ ഖസറിന്റെ ബഹുവചനമാണ് ഖുസൂർ. ഖസർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൊട്ടാരം, പാലസ്. ഖുസൂർ, പണിമാളികകൾ. അപ്പൊ ഈ ഭൂമിയിൽ എന്തും വേണമെങ്കിൽ അള്ളാന്റെ റസൂലിന് അവൻ ഉദ്ദേശിക്കുന്ന പക്ഷം എന്തും ഇവിടെ നൽകാൻ റഹ്മാനായ റബ്ബിന് നിഷ്പ്രയാസം സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഈ വില കുറഞ്ഞ ഈ അർത്ഥത്തിലുള്ള ഈ തോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിക്ഷേപമൊന്നും അല്ല. അള്ളാഹുവിന് ഉത്തമമായ ഏറ്റവും മേത്തരം നല്ല കൊട്ടാരങ്ങളും അതുപോലെ തന്നെ ഇവിടെ എല്ലാ അർത്ഥത്തിലും വളരെ മനോഹരമായ അടിഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന തോട്ടങ്ങളുമൊക്കെ നിശ്ചയിച്ചു കൊടുക്കാനും നൽകാനുമൊക്കെ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന പക്ഷം അവന് നിഷ്പ്രയാസം സാധിക്കും. അങ്ങനെയുള്ളവനായ അള്ളാഹു അവനത് ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അങ്ങനെ ഒരു സുഖാഡംബര സാമഗ്രികളും ഈ ലോകത്തെ കുറെ ജീവിത സൗകര്യങ്ങളും ഒക്കെ ഏർപ്പെടുത്തി കൊടുക്കാനല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത്. അവിടത്തേക്കുള്ള പ്രതിഫലം പരലോകത്ത് പരിപൂർണമായി എല്ലാ അർത്ഥത്തിലും അത്യുന്നതമായ പദവിയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു തആല പരലോകത്ത് ഒരുക്കി വെച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, വലസൗഫ യുഅതീക റബ്ബുക ഫതർദാ, നബിയെ താങ്കൾക്ക് താങ്കളുടെ രക്ഷിതാവ് തരുന്നതാണ്. വലസൗഫ യുഅതീക റബ്ബുക, ഭാവിയിൽ പിറകെ താങ്കൾക്ക് നൽകുക തന്നെ ചെയ്യുന്നതാണ് താങ്കളുടെ രക്ഷിതാവ്. ഫതർദാ, അപ്പോൾ താങ്കൾക്ക് തൃപ്തിയാകും എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉത്തമമായ നിലക്കുള്ള അത്യുന്നതമായ പദവി, മഖാമുൻ മഹ്മൂദ് എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ. ആ ഉന്നതമായ പദവി, ആർക്കും ലഭിക്കാത്ത പദവി, അതൊക്കെ പരലോകത്തേക്ക് നീട്ടിവെച്ചിരിക്കുകയാണ്. അതല്ലാതെ ഈ ലോകത്തുള്ള കുറെ ജീവിത സൗകര്യങ്ങളും സുഖാഡംബരങ്ങളും അതിനുള്ള സാമഗ്രികളുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഏർപ്പെടുത്തി കൊടുക്കുവാൻ അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല. അവൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതൊക്കെ എത്രയോ പെട്ടെന്ന് തന്നെ അവൻ നൽകുമായിരുന്നു. ഇതാണിപ്പോ അവരുടെ ഇത്തരത്തിലുള്ള ബാലിശമായ വാക്കുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി നൽകിയത്. ഇതൊന്ന് ഇവരുടെ ഈ ഒരു ചോദ്യങ്ങളൊക്കെ എന്താ അതിന്റെ ഉദ്ദേശം? അവർക്ക് അള്ളാഹുവിൽ യഥാർത്ഥത്തിൽ വിശ്വാസമല്ല,
പരലോകത്തിൽ യഥാർത്ഥത്തിൽ വിശ്വാസമില്ല, പരിശുദ്ധ ഖുർആനിൽ വിശ്വാസമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വാസമില്ല. മാത്രമല്ല അറേബ്യൻ മുശ്രിക്കുകളിൽ മഹാഭൂരിപക്ഷം വരുന്ന ധാരാളം ആളുകൾക്ക് പരലോക വിശ്വാസമല്ല. അവരിൽ ഒരു വിഭാഗം ആളുകൾ മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചും വിചാരണയെ സംബന്ധിച്ചും ഒക്കെ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഭൂരിപക്ഷം ജനങ്ങളും അവർ ഇങ്ങനെ ഒരു പുനരുത്ഥാന നാളിനെ സംബന്ധിച്ചൊക്കെ നിഷേധിക്കുന്ന കൂട്ടത്തിലായിരുന്നു എന്നുകൂടി അള്ളാഹു തുടർന്നുകൊണ്ട് പറയാണ്. ഈ വക കാര്യങ്ങൾ മാത്രമൊന്നുമല്ല അവർക്കുള്ള കുഴപ്പം. അള്ളാഹു പറയാണ് അടുത്ത വചനത്തിലൂടെ, അവരുടെ ഈ നിഷേധത്തിന്റെ ഒക്കെ ഒരു പശ്ചാത്തലം അതാണ്. ഈ രൂപത്തിലുള്ള സംസാരങ്ങൾക്കൊക്കെ അവരെ പ്രേരിപ്പിക്കുന്നത് വാസ്തവത്തിൽ അവർക്ക് പരലോകവും പുനരുത്ഥാന നാളും സ്വർഗം നരകം ഇതിലൊന്നും കാര്യമായ വിശ്വാസമല്ല. അതാണ് അടുത്ത വചനം. ബൽ കദ്ദബൂ ബിസ്സാഅഹ വഅഅ്തദ്നാ ലിമൻ കദ്ദബ ബിസ്സാഅതി സഈറാ. ബൽ തന്നെയുമല്ല, കദ്ദബൂ അവർ കളവാക്കിയിരിക്കുകയാണ്. കദ്ദബ കദ്ദബ കദ്ദബൂ അവർ വ്യാജമാക്കിയിരിക്കുകയാണ്. ബിസ്സാഅതി അന്ത്യനാളിനെ, അന്ത്യസമയത്തെ അവർ, അന്ത്യഘട്ടത്തെ അവർ കളവാക്കിയിരിക്കുകയാണ്. അതൊക്കെയാണ് അവരുടെ പ്രശ്നം. വഅഅ്തദ്നാ അല്ലാഹു പറയുന്നു, വഅഅ്തദ്നാ നാം ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. ലിമൻ കദ്ദബ ബിസ്സാഅതി അന്ത്യസമയത്തെ കളവാക്കിയവർക്ക് നാം ഒരുക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട്. സഈറാ കത്തിയാളുന്ന നരകം, കത്തിജ്വലിക്കുന്ന നരകത്തിനാണ് സഈർ എന്ന് പറയുന്നത്. ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന നരകം, ആ നരകത്തെ നാം അവർക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. വഅഅ്തദ്നാ നാം ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ലിമൻ കദ്ദബ ബിസ്സാഅതി അന്ത്യസമയത്തെ വ്യാജമാക്കുന്ന ആളുകൾക്ക് സഈറാ കത്തിയാളുന്ന നരകം, കത്തിജ്വലിക്കുന്ന നരകം നാം ഒരുക്കി വെച്ചിരിക്കുന്നു. സഹോദരന്മാരെ, നമ്മൾ ഇവിടെ മനസ്സിലാക്കണം, അഹ്ലുസുന്നയുടെ അഖീദ എന്താണ്? അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, സ്വർഗമാവട്ടെ നരകമാവട്ടെ അതിപ്പോഴേ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞ കാര്യങ്ങളാണ്. സ്വർഗവും തയ്യാറാണ്, നരകവും തയ്യാറാണ്. സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിടത്ത് വിശുദ്ധ ഖുർആൻ പലയിടത്തും പറയുന്നുണ്ട്, ഉഇദ്ദത ലിൽ മുത്തഖീൻ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഭക്തന്മാരായ ജനങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെക്കപ്പെട്ട് കഴിഞ്ഞ ലോകമാണ് സ്വർഗം. അതുപോലെ തന്നെ നരകത്തെക്കുറിച്ചും പറഞ്ഞിടത്ത് അല്ലാഹു പലയിടത്തും പറയുന്നുണ്ട്, ഉഇദ്ദത ലിൽ കാഫിരീൻ സത്യനിഷേധികൾക്ക് വേണ്ടി തയ്യാറാക്കി വെക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ അഅ്തദ്നാ എന്ന പ്രയോഗവും കാണാം. ഇവിടെയും റബ്ബതാണ് പറയുന്നത്, വഅഅ്തദ്നാ നാം ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ലിമൻ കദ്ദബ ബിസ്സാഅതി അന്ത്യനാളിനെയും പരലോകത്തെയും ഒക്കെ നിഷേധിക്കുന്ന ആളുകൾക്ക് സഈറാ കത്തിജ്വലിക്കുന്ന നരകം. ഇത്രമാത്രം പരലോകത്തെ സംബന്ധിച്ച് മനുഷ്യനെ സത്യപ്പെടുത്തുന്ന നിലക്ക് മനുഷ്യൻ ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ ആ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യനോട് റബ്ബ് യുക്തിയുക്തം സമർത്ഥിച്ച കാര്യമാണ് മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നും വിചാരണയുണ്ടെന്നും സ്വർഗനരകങ്ങൾ ഉണ്ടെന്നും നീതിയുടെ ഒരു ലോകം വരാനുണ്ടെന്നുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി ആർക്കും മനസ്സിലാകുന്ന നിലക്ക് ലളിതമായി എല്ലാവർക്കും ചിന്തിക്കാവുന്ന നിലക്ക് പഠിപ്പിച്ചിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ്. ഓ മനുഷ്യ, നിന്റെ ചുറ്റുഭാഗത്തേക്ക് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ ഇവിടെ ആകെ ഊഷരമായി കിടക്കുന്ന വരണ്ട് കട്ടകീറി കിടക്കുന്ന മണ്ണിലേക്ക് മഴയങ്ങ് വർഷിച്ചാൽ അതിൽ നിന്ന് പുതുനാമ്പുകൾ, പുതിയ ചെടികൾ വളരുന്നത് പോലെ മനുഷ്യ, നീ മരിച്ച് മണ്ണടിഞ്ഞാലും നീ വീണ്ടും ജീവിപ്പിക്കപ്പെടും. അതിന് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസവും അവനില്ല എന്നിങ്ങനെ ഏത് ലളിത ബുദ്ധിക്കും മനസ്സിലാകുന്ന നിലക്കുള്ള തെളിവുകളെല്ലാം റഹ്മാനായ റബ്ബ് പഠിപ്പിച്ചു കൊടുത്തിട്ടും ഇനിയും അതിനെയൊക്കെ നിഷേധിക്കുന്നവർക്ക് പിന്നെ കത്തിയാളുന്ന തീയല്ലാതെ ഇനി അവർക്ക് എന്ത് ശിക്ഷ കൊടുക്കാനാണ്? അത്തരത്തിലുള്ള അഹങ്കാരികൾക്ക് ഇനി നരകമല്ലാതെ, കഠിന കഠോരമായ ജ്വലിക്കുന്ന നരകമല്ലാതെ
ഇനി അവർക്ക് എന്താണുള്ള ശിക്ഷ കൊടുക്കേണ്ടത്. അതുകൊണ്ടാ റബ്ബ് പറയുന്നത് ഇത്തരത്തിലുള്ള അഹങ്കാരികൾക്ക് ഇനി ഒതുക്കാൻ വഅഅ്തദ്നാ ലിമൻ കദ്ദബ ബിസ്സാഅതി സഈറാ. ഈ രൂപത്തിൽ ഇങ്ങനെ അന്ത്യഘട്ടത്തെയും അന്ത്യനാളിനെയുമൊക്കെ നിഷേധിക്കുന്ന വ്യാജമാക്കുന്ന ആളുകൾക്ക് കത്തിജ്വലിക്കുന്ന നരകം ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ആ നരകത്തിന്റെ പ്രത്യേകത എന്താണ്? അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് പറയുന്നത് കേൾക്കൂ. വളരെ മനസ്സിനെ വല്ലാതെ കിടിലം കൊള്ളിക്കുന്ന പ്രയോഗങ്ങൾ. ഇദാ റഅതുഹും മിൻ മകാനിൻ ബഈദ് സമിഉ ലഹാ തഗയ്യുദൻ വസഫീറാ. ഇദാ റഅതുഹും, ആ നരകം അവരെ കാണുമ്പോൾ. ഇദാ റഅത്ത്, റഅ എന്ന് പറഞ്ഞാൽ കണ്ടു എന്നാണ്. റഅത്ത് ആ നരകം. റഅത്തുഹും, അവരെ കണ്ടാൽ. നരകം അവരെ കാണുമ്പോഴേക്ക് എവിടുന്ന്? മിൻ മകാനിൻ ബഈദ്, ദൂരസ്ഥലത്ത് നിന്ന്. മക്കാൻ എന്ന് പറഞ്ഞാൽ സ്ഥലം എന്നാണ്, ബഈദ് എന്ന് പറഞ്ഞാൽ ദൂരെ. അപ്പൊ ദൂരസ്ഥലത്ത് നിന്ന് തന്നെ പാപികളെ നരകം കാണുമെന്നാണ് അല്ലാഹ് പറയുന്നത്. അങ്ങനെ പാപികളെ നരകം കാണുമ്പോഴേക്ക് അതേ സമിഉ ലഹാ, ആ നരകത്തിനവർ കേൾക്കുന്നതാണ്. അതിന് അവർക്ക് കേൾക്കാൻ സാധിക്കും. തഗയ്യുലൻ വസഫീറാ. തഗയ്യുൽ എന്ന് പറഞ്ഞാൽ ഉഗ്രമായ കോപം, ഉഗ്രമായ ദേഷ്യം പിടിക്കൽ ആ നരകത്തിനവർക്ക് കേൾക്കാം. അതിന്റെ തുളച്ചുമറിയലും അതിന്റെ രോഷപ്രകടനവും അതുപോലെ തന്നെ വസഫീറാ, അതിന്റെ അത്യുഗ്ര നിരമ്പുന്ന ശബ്ദവും. നരകത്തിന്റെ ഇരമ്പൽ അവർക്ക് കേൾക്കാം. അതിന്റെ ദേഷ്യം നിമിത്തം അതിന്റെ ഉള്ളിൽ ഇങ്ങനെ പതഞ്ഞു പൊങ്ങുകയാണ്. കോപാഗ്നി ഇങ്ങനെ ജ്വലിക്കുകയാണ്. ആ നരകം തന്നെയും ജ്വാലയാണ്. അതിന്റെ കോപാഗ്നിയുടെ ജ്വാല കൂടിയുണ്ട്. അത്രമാത്രം സത്യനിഷേധികളോട് വെറുപ്പായിക്കൊണ്ട് സത്യനിഷേധികളോട് രോഷം പോളുന്ന നിലക്കാണ് നരകമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോ ഒരുപക്ഷേ നമ്മൾ ചിന്തിക്കുന്നുണ്ടാകും, തീ എന്ന് പറയുന്നതിന് എങ്ങനെയാണ് കാഴ്ച, തീ എങ്ങനെയാണ് കേൾവി, തീ എങ്ങനെയാണ് ദേഷ്യം പിടിക്കുക? ഇത് ദുനിയാവല്ല, ഇത് ആഖിറത്തിന്റെ തീനെ കുറിച്ചാണ് പറയുന്നത്. ഈ ലോകത്തെ തീന്റെയും 69ഓളം ഇരട്ടി ചൂടുള്ള കഠിനമായ അഗ്നിയാണ് പരലോകത്ത്. മാത്രമല്ല ആ തീയിന്റെ പ്രത്യേകത പരിശുദ്ധ ഖുർആനിന്റെയും ഹദീസുകളുടെയും ഒക്കെ വെളിച്ചത്തിൽ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ നരകത്തിയെ സംബന്ധിച്ചിടത്തോളം അള്ളയും അള്ളാന്റെ റസൂലും ഒക്കെ പരിചയപ്പെടുത്തുന്നത് ആ നരകത്തിന് കാഴ്ചയുണ്ട്, കേൾവിയുണ്ട്, സംസാര ശക്തിയും അല്ലാഹു തആല കൊടുക്കുന്നതാണ്. അതല്ലേ ഇവിടെ അല്ലാഹു പറയുന്നത്, ഇദാ റഅതുഹും, ആ നരകം അവരെ കണ്ടാൽ. ഇതൊരാലങ്കാരിക പ്രയോഗമൊന്നുമല്ല, നരകം അവരെ കാണുക തന്നെയാണ്. ചില ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, നരകമദാ യഖ്റുജു ഉനുഖും മിനന്നാർ, നരകത്തിയിൽ നിന്ന് ഒരു കഴുത്തങ്ങ് പുറത്തേക്ക് വരും. അതിന് ഇരു കണ്ണുകളുണ്ട്, കാണുന്ന ഇരു കണ്ണുകളുണ്ട്, കേൾക്കുന്ന ഇരു കാതുകളുണ്ട്, സംസാരിക്കുന്നവരാവും അതുപോലെ തന്നെ വായുമുണ്ട് എന്നൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാം. എന്നിട്ടതിന്റെ രോഷപ്രകടനം നടത്തുന്നത് ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിച്ചിട്ടുണ്ട്. തന്നിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുവരേണ്ടുന്ന അതേ റഹ്മാനായ റബ്ബിൽ അവന് പങ്കുചേർത്തിട്ടുള്ള കടുത്ത മുശ്രിക്കുകളോട്, അതുപോലെ തന്നെ അള്ളാഹു വിരോധിച്ചിട്ടുള്ള അത്തരത്തിലുള്ള കഠിനമായ പാപങ്ങളൊക്കെ ചെയ്തവരെ എന്നിലേക്ക് ഏൽപ്പിക്കപ്പെട്ട ആളുകളാണ്. അവരിതാ പിടിച്ചു വലിച്ച് നരകം അതിൻ്റെ ഉള്ളിലേക്ക് അമർത്തുന്ന രംഗമൊക്കെ ഹദീസുകളിൽ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. അതേ പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, ഇദാ റഅതുഹും മിൻ മകാനിൻ ബഈദ്, ദൂരസ്ഥലത്ത് നിന്ന് ആ നരകം അവരെ കാണുമ്പോഴേക്ക് തന്നെ സമിഉ ലഹാ, ഈ പാപികൾക്ക് കേൾക്കാം ആ നരകത്തിയിൽ നിന്ന് തഗയ്യുലാ, അതിന്റെ ഗൈള്, അതിന്റെ കോപം, അതിന്റെ രോഷം ഇങ്ങനെ തിളച്ചു മറിയുകയാണ്. ആ ശബ്ദം അവർക്ക് കേൾക്കാം. വസഫീറാ, അതിന്റെ ഇരമ്പലും അവർക്ക് കേൾക്കാം.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, തീർന്നില്ല. പരിശുദ്ധ ഖുർആൻ തന്നെ മറ്റു സ്ഥലങ്ങളിലും നമുക്കിത് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് സൂറത്തുൽ മുൽക്കിലും അല്ലാഹു തആല പറയുന്നുണ്ട്, കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ. അതിൻ്റെയും മുമ്പേ സൂറത്തുൽ മുൽക്കിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് റബ്ബ് പറയുന്നത്? ഇദാ വലില്ലദീന കഫറൂ ബിറബ്ബിഹിം അദാബു ജഹന്നം വബിഅ്സൽ മസീർ. റഹ്മാനായ റബ്ബിന്റെ നിയമങ്ങളെയൊക്കെ നിഷേധിച്ച്, റബ്ബിനെ നിഷേധിച്ച് തള്ളിക്കളഞ്ഞ അവിശ്വാസികളായ ആളുകൾക്ക് ജഹന്നമിന്റെ ശിക്ഷയുണ്ട്. എത്ര മോശമായ സങ്കേതമാണത്. ഇദാ ഉൽഖൂ ഫീഹാ, അതിലവർ ഇടപെടുന്ന നേരത്ത് സമിഊ ലഹാ ശഹീഖൻ വഹിയ തഫൂർ, അത് തിളച്ച് മറിയുന്നു, അതിന് ശക്തമായ ഗർജനമുണ്ട്. തകാദു തമയ്യസു മിനൽ ഗൈൽ, ദേഷ്യം കാരണത്താൽ അതിങ്ങനെ പൊട്ടിപ്പിളരുമാറായി തീർന്നിട്ടുണ്ട്. ആ നിലക്കൊക്കെ നരകത്തെ സംബന്ധിച്ച് സൂറത്തുൽ മുൽക്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. മാത്രമല്ല, ഇനി നരകം സംസാരിക്കുമെന്നും വിശുദ്ധ ഖുർആൻ സൂറത്ത് ഖാഫിലൂടെ റബ്ബ് പഠിപ്പിച്ചില്ലേ? യൗമ നഖൂലു ലി ജഹന്നമ ഹലിം തലഅതി വതഖൂലു ഹൽ മിൻ മസീദ്. അല്ലാഹു പറയാണ്, യൗമ നഖൂലു ലി ജഹന്നം, ജഹന്നമിനോട് നാം ചോദിക്കുന്ന ദിവസം അല്ലാഹ് ജഹന്നമിനോട് ചോദിക്കുകയാണ്, ഹലിം തലഅതി, നിനക്ക് മതിയായോ, നീ നിറഞ്ഞോ, നീ നിറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോ നരകം തിരിച്ചു ചോദിക്കുമെന്നാണ് അല്ലാഹ് പറയുന്നത്. എന്താ ചോദിക്കുന്നത്? ഈ നിനക്ക് നിറഞ്ഞില്ലേ, ഹലിം തലഅതി ഫതഖൂലു ഹൽ മിൻ മസീദ്, ഇനിയുമുണ്ടെങ്കിൽ വന്നോട്ടെ, എത്രയും ഇതിൻ്റെ അകത്തേക്ക് ഉൾക്കൊള്ളാൻ ഇവിടെ വിശാലമാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എത്രത്തോളം വിശാലമാണ്, അത്രത്തോളം വിശാലമാണ് നരകം. ആ നരകം വിശാലമാണെന്ന് പറയുമ്പോ അതാ വിശാലതയും ആളുകൾക്കൊരു സുഖമുള്ള വിശാലതയല്ല. എത്രയും പേരെ ഉള്ളിലേക്ക് ഒതുക്കി ചവിട്ടി കൂട്ടുന്ന നരകമാണത്. ചില ഹദീസുകളിൽ കാണാം, അതിന്റെ തീ പാപികളെ ഇങ്ങ് കിട്ടിയാൽ അതിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ചുരുട്ടി കൂട്ടിയിട്ട് ഉള്ളിലേക്ക് അടിത്തട്ടിലേക്ക് ഒരേറാണത്. അങ്ങനെ ഒതുക്കി കൂട്ടുന്ന തീയാണ്. മാത്രമല്ല, ഈ നരകത്തിലേക്ക് എടുത്തെറിയപ്പെടുന്ന രൂപം അല്ലാഹ് പറയുന്നുണ്ട്, വഇദാ ഉൽഖൂ മിൻഹാ മകാനൻ ضيقൻ മുഖറനീൻ ദഅൂ ഹുനാലിക സുബൂറാ. വഇദാ ഉൽഖൂ മിൻഹാ, അതിലവർ ഇടപെടുന്ന നേരത്ത്, വഇദാ ഉൽഖൂ മിൻഹാ, ആ നരകത്തിൽ നിന്നവർ ഇടപെടും. എവിടെ? മകാനൻ ضيقا, വളരെ ഇടുങ്ങിയ ഒരു സ്ഥലത്ത്, വളരെ ഇടുങ്ങിയ സ്ഥലത്താണ് അവർ ഇടപെടുന്നത്. വിശാലമാണ് നരകം എന്ന് പറയുമ്പോ അതിൽ വിശാലതയുണ്ടെന്ന് തോന്നണ്ട. പാപികളുടെ പാപത്തിന്റെ തോതനുസരിച്ചുകൊണ്ട് അവർക്കുള്ള ശിക്ഷയുടെ ഗൗരവം കൂടുന്ന നിലക്ക് ഇടുങ്ങിയ സ്ഥലത്ത്, ചില ഹദീസുകളിലൊക്കെ നമ്മൾ ചില മുഫസ്സിരീങ്ങളൊക്കെ വിശദീകരിച്ചതുപോലെ, അതേ ഒരു പെട്ടിക്കകത്ത് ഭദ്രമാക്കി അടച്ചുപൂട്ടപ്പെട്ടതുപോലെ അനങ്ങാൻ സാധിക്കാത്ത നിലക്ക് അത്രയും ആ രൂപത്തിലുള്ള ഇടുങ്ങിയ ചെരുവുകളിൽ, ഇടുങ്ങിയ സ്ഥലങ്ങളിലാണ് അവരെ ഇടപെടുന്നത്. മക്കാനം ദയ്യിഖാ, അത് തന്നെയും എങ്ങനെയാണ്? ഒന്ന് കൈകാല് നിവർത്താനാകുമോ? ഒരു വിശാലത അവർക്ക് അനങ്ങാൻ പറ്റുമോ? ഇല്ലെന്നാണ് അല്ലാഹ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ഖുർആൻ പറയുന്നത് നോക്കൂ. ആ ഇടുങ്ങിയ സ്ഥലത്ത് അവരെ ഇടപെടുന്നതായാൽ എങ്ങനെ? മുഖറനീൻ, കൈകാലുകൾ കൂട്ടിക്കെട്ടപ്പെട്ട നിലക്ക്, ആമങ്ങളിലും ചങ്ങലകളിലും കൊളുത്തുകളിലും കുടുക്കുകളിലുമൊക്കെ ബന്ധിച്ചുകൊണ്ടാണ് നരകത്തിയിലേക്ക് അവരെ വലിച്ചെറിയുന്നത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഇന്ന അഅ്തദ്നാ ലിൽ കാഫിരീന സലാസില വഅഗ്ലാലൻ വസഈറാ, സത്യനിഷേധികൾക്ക് നാം ഒരുക്കി വെച്ചിട്ടുണ്ട് സലാസില, ചങ്ങലകൾ.
അഗ്ലാലൻ കുടുക്കുകള്, ആമങ്ങള്, അതുപോലെ തന്നെ വസഈറ കത്തിയാളുന്ന നരകം. ഇതൊക്കെയാണ് പാപികൾക്ക്, സത്യനിഷേധികൾക്ക് നാം ഒരുക്കി വെച്ചിട്ടുള്ളത്. മാത്രമല്ല മലക്കുകളോട് റബ്ബ് പറയുമെന്ത്? ഖുദൂഹു ഫഗുല്ലൂ സുമ്മൽ ജഹീമ സ്വല്ലൂ സുമ്മ ഫീ സിൽസിലത്തിൻ ദറുഹാ സബ്ഊന ദിറാഅൻ ഫസ്ലുകൂ ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അളീം. ശുദ്ധ ഖുർആൻ അങ്ങനെ തുടർന്നുകൊണ്ട് പറയുന്നുണ്ട്. എന്താ റബ്ബ് പറയുന്നത്? നരകത്തിയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന രംഗം. മലക്കുകളോട് പറയും, പിടിക്കിനടാ അവനെ, ഖുദൂഹു അവനെ പിടിക്കൂ. ഈ ധിക്കാരിയെ, പരലോകം നിഷേധിച്ച് ശിർക്ക് ചെയ്ത് അതുപോലെ തന്നെ പല രൂപത്തിലുള്ള ധിക്കാരങ്ങളും തെമ്മാടിത്തങ്ങളും ചെയ്ത ഈ മഹാപാപി ഉണ്ടല്ലോ, ഖുദൂഹു അവനെ പിടിക്ക, ഫഗുല്ലൂഹു എന്നിട്ട് അവനെ ബന്ധിക്കുവീൻ മലക്കുകളെ, അവനെ പിടിച്ചു കെട്ടിയിടോ. സുമ്മ ഫീ സിൽസിലത്തിൻ ദറുഹാ സബ്ഊന ദിറാഅൻ ഫസ്ലുകൂ 70ഓളം മുഴമുള്ള ചങ്ങലയിൽ അവനെ ബന്ധിച്ചേക്കൂ മലക്കുകളെ, എന്നിട്ട് നരകത്തിയിൽ അങ്ങ് പ്രവേശിപ്പിച്ചേക്കൂ. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇത്ര കടുപ്പമുള്ള കഠിന കഠോരമായ നരകശിക്ഷയാണ് അവർക്ക്. അങ്ങനെ കൈകാലുകൾ അവർക്ക് കൂട്ടിക്കെട്ടിയിരിക്കുകയാണ്. കൈകളും കാലുകളുമൊക്കെ കഴുത്തിലേക്ക് കൂട്ടിക്കെട്ടി എന്നൊക്കെ നമുക്ക് ചില ഹദീസുകളിൽ കാണാം. ആ രൂപത്തിൽ അനങ്ങാൻ പറ്റാത്ത നിലക്ക്, അതും ഇടുങ്ങിയ ഒരു സ്ഥലത്ത്. അത് തന്നെയും സഹോദരന്മാരെ, എന്താണ് ആ തീയുടെ ചൂട്? നരകാഗ്നിയിലാഹുവനു അഹ്ലിന്നാരി അദാബാ, നരകത്തിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ഏറ്റവും നിസ്സാരമായ ശിക്ഷ കൊടുക്കുന്നത് എങ്ങനെയാണ്? കാലിൽ ചെരുപ്പ് ധരിപ്പിക്കലാണ്, തീ കൊണ്ടുള്ള ചെരുപ്പ്. ആ ചെരുപ്പം അണിയുമ്പോഴേക്ക് അവന്റെ മൂർധാവിലുള്ള അവന്റെ തലച്ചോറ് വരെ, കാലിൽ ചെരുപ്പണിഞ്ഞപ്പോഴേക്ക് മനുഷ്യന്റെ കാലും തലയും തമ്മിൽ എത്ര ദൂരമുണ്ട്? ആ കാലിൽ അണിഞ്ഞേയുള്ളൂ ആ ചെരുപ്പ്. അപ്പോഴേക്ക് മൂർധാവിലുള്ള അവന്റെ ശിരസിലുള്ള അവന്റെ തലച്ചോറ് മുഴുവനും ഉരുകി പുറത്തേക്ക് വരുന്ന രൂപത്തിലുള്ള കഠിന കഠോരമായ ചൂടാണ്. ഒരു സെക്കൻഡ്, ഒരു മൈക്രോ സെക്കൻഡ് നേരത്തേക്ക് പോലും സഹിക്കാനാവാത്തതാണ് പ്രിയമുള്ളവരെ നരകം. അതുകൊണ്ടല്ലേ നരകത്തിയിൽ നിന്ന് റബ്ബിനോട് നമ്മൾ എപ്പോഴും കാവൽ ചോദിച്ചുകൊണ്ടല്ലേ നമ്മുടെ നിസ്കാരത്തിൽ നിന്ന് നമ്മൾ വിരമിക്കാറുള്ളത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാർ. ഇത് ചോദിക്കാതെ ഒരു ഫർദ് നിസ്കാരത്തിൽ നിന്ന് നമ്മൾ പിരിയാറുണ്ടോ? എത്ര ഗുരുതരമാണ് പ്രിയമുള്ളവരെ, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ് നരകം. അതുകൊണ്ട് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തേണ്, ഈ രൂപത്തിലുള്ള ധിക്കാരികൾക്ക് ഇനി അതല്ലാതെ മറ്റെന്ത് ശിക്ഷ കൊടുക്കാനാണ്? അങ്ങനെ അവരെ ബന്ധിച്ച്, ചങ്ങലകളിൽ ബന്ധിച്ച്, ഏറ്റവും ആ രൂപത്തിൽ ഇടുങ്ങിയ സ്ഥലത്ത് നരകത്തിയിൽ അവരെ ഇടപെടുന്ന നേരത്ത് ദഅൗ ഹുനാലിക സുബൂറാ, ദഅൗ അവർ വിളിച്ചട്ടഹസിക്കും. ദഅൗ അവർ വിളിച്ചു പറയുന്നതാണ്. ഹുനാലിക അവിടെ വെച്ച് അവർ വിളിച്ചു പറയും. എന്താണ് വിളിച്ചു പറയുന്നത്? സുബൂറാ, നാശമേ, ഞങ്ങളുടെ നാശമേ, ഞങ്ങൾ നശിച്ചല്ലോ എന്നിങ്ങനെ അവര് നാശത്തിന്റെ വാചകങ്ങൾ ഇങ്ങനെ ആർത്തട്ടഹസിച്ചു വിളിച്ചു കരയുകയാണ്. ആ കരയലും ആ അട്ടഹാസവും ആ വിളിച്ചു പറയലും കേട്ടിട്ട് ആർക്കെങ്കിലും വല്ല അലിവും തോന്നുന്ന ലോകമാണോ നരകം? പരലോകം അങ്ങനത്തെ ലോകമാണോ? അല്ല. അവിടെ അവരോട് പറയപ്പെടുന്ന എന്താ? ഇങ്ങനെയൊക്കെ അട്ടഹസിച്ച് നിലവിളിച്ച് കരയുമ്പോ നരകവാസികളോട് എന്താണ് പറയുക? ലാ തദ്ഉൽ യൗമ സുബൂറൻ വാഹിദാ വദ്ഉ സുബൂറൻ കസീറാ. നരകവാസികളോട് എന്താണ് പറയപ്പെടുന്നത്? ലാ തദ്ഉൽ യൗമ സുബൂറൻ വാഹിദാ, ലാ തദ്ഉ, നിങ്ങൾ വിളിക്കേണ്ട, നിങ്ങൾ വിളിക്കേണ്ടതില്ല. സുബൂറ ലാ തദ്ഉ, നിങ്ങൾ വിളിക്കേണ്ടതില്ല. അൽ യൗം, ഇന്നത്തെ ദിവസം, ഇന്ന് നിങ്ങൾ വിളിക്കേണ്ടതില്ല. സുബൂറൻ വാഹിദ, ഒരു നാശത്തെ മാത്രം നിങ്ങൾ വിളിക്കണ്ട. നിങ്ങൾ ഒരു നാശത്തെ മാത്രമൊന്നുമല്ല നിങ്ങൾ വിളിക്കേണ്ടി വരിക, മറിച്ച് വദുഉ, നിങ്ങൾ വിളിച്ചുകൊള്ളൂ. സുബൂറൻ കസീറ,
അനേകം നാശത്തെ വിളിച്ചുകൊള്ളൂ. നമ്മൾ ഒരു നാശം വിളിയൊന്നും വിളിച്ചാൽ മതിയാവൂല. കാലാകാലമാണ് നിങ്ങൾക്ക് ഇവിടുത്തെ ശിക്ഷ. അനേകം നാശം, അനേകം നാശം നിങ്ങൾ പറയേണ്ടതുണ്ട്, നിങ്ങൾ വിളിക്കേണ്ടതുണ്ട് എന്നിങ്ങനെയുള്ള മറുപടിയാണ് അവർക്ക് അവിടെ വെച്ച് ലഭിക്കപ്പെടുന്നത്. അപ്പൊ സഹോദരങ്ങളെ, അത്രത്തോളം കഠോരമായ ശിക്ഷയിലേക്കാണ് അവർ എടുത്തെറിയപ്പെടുന്നത്. അവിടെ ഏതെങ്കിലും അവരുടെ അട്ടഹാസമോ വിളിയോ കേട്ട് സഹതപിക്കുവാനോ ആശ്വാസത്തിന്റെ വാക്കുകൾ നൽകുവാനോ ആരും ഉണ്ടായിരിക്കുകയില്ല. വിശുദ്ധ ഖുർആൻ എത്ര സ്ഥലത്താ അതൊക്കെ പറഞ്ഞത്. ആളുകൾ വിളിച്ചട്ടഹസിക്കുമ്പോ, രക്ഷിക്കണേന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോ സഹിക്കാനാവുന്നില്ല, ഒരല്പസമയത്തേക്ക് ഇതിൽ നിന്ന് ഞങ്ങളെ ഒന്ന് പുറത്തേക്കാക്കി തരുമോ എന്ന് അട്ടഹസിക്കുമ്പോ ആ രൂപത്തിലുള്ള പല രൂപത്തിലുള്ള വാക്കുകളും മാപ്പപേക്ഷകളും കരയലുകളും അട്ടഹാസങ്ങളും നിലവിളികളും ആർത്ത് കരയലുകളും എല്ലാം നരകത്തിയിൽ കേൾക്കുമ്പോ ആർക്കെങ്കിലും വല്ല സഹതാപവും അവരോട് തോന്നുമോ? മറിച്ച് അവരോട് പറയപ്പെടുന്ന വാക്കെന്താന്ന് വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇഖ്സഊ ഫീഹാ വലാ തുകല്ലിമൂൻ. അതിൽ നിന്ദ്യരായി കിടക്കിനട, നിന്ദ്യതയോടെ നിങ്ങൾ അതിൽ വെന്തെരിയുവീൻ, വളരെ നിന്ദ്യത നിങ്ങൾ അവിടെ അനുഭവിച്ചോളൂ. വലാ തുകല്ലിമൂൻ, എന്നോട് മിണ്ടിപ്പോകരുത്, ഒരക്ഷരം മിണ്ടാൻ നിങ്ങൾക്ക് അവകാശമില്ല. കരയലും വിഴിയലും അതുപോലെ തന്നെയുള്ള അട്ടഹാസങ്ങളുമൊന്നും കേട്ടിട്ടും മനസ്സലിയാത്ത ആ രൂപത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് നരകത്തീയുടെ ഉദ്യോഗസ്ഥരായിക്കൊണ്ട് റബ്ബ് നിശ്ചയിച്ചിട്ടുള്ള സനദുഉ സബാനിയ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ലേ? കരുണ അവർക്ക് തൊട്ട് തീണ്ടിയിട്ടില്ല. അലൈഹാ മലായിക ഗിലാദുൻ ശിദാദ്. ആ മലക്കുകളെ സംബന്ധിച്ച് അല്ലാഹു അങ്ങനെയല്ലേ വിവരിച്ചത്? ആ മലക്കുകളുടെ പ്രത്യേകത തന്നെ കഠിന ഹൃദയരാണ്, പരുഷ സ്വഭാവക്കാരാണ്, ഒരലിവും അവർക്ക് തോന്നുന്നതല്ല. ആ രൂപത്തിലുള്ള ആളുകളാണ്, മലക്കുകളാണ് ആ നരകത്തിയുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള, ശിക്ഷയ്ക്ക് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കുകൾ. അതുകൊണ്ട് ഒരു രക്ഷയും ഇല്ലാത്ത ലോകമാണ്. ഇതൊക്കെ എന്തിനാ റഹ്മാനായ റബ്ബ് നമ്മോട് പറയുന്നത്? നിങ്ങൾക്ക് ഇത് വേണോ, അതോ ഈമാൻ ശരിക്ക് ദൃഢമാക്കിയിട്ട് സ്വർഗത്തിലെത്തണോ? ഇതാണ് അല്ലാഹുവിന്റെ അടുത്ത ചോദ്യം. ഖുൽ അദാലിക ഖൈറുൻ അം ജന്നത്തുൽ ഖുൽദില്ലതി വഉദൽ മുത്തഖൂൻ കാനത് ലഹും ജസാഅൻ വമസീറാ ലഹും ഫീഹാ മാ യശാഊന ഖാലിദീൻ കാന അലാ റബ്ബിക വഅദൻ മസ്ഊലാ. ഖുൽ, പ്രവാചകരെ ചോദിക്കൂ, അദാലിക ഖൈറുൻ, അതാണോ ഉത്തമം? ഇപ്പൊ ഈ കേട്ട നരകമാണോ നല്ലത്? അം ജന്നത്തുൽ ഖുൽദി, അതോ ശാശ്വതത്വത്തിന്റെ സ്വർഗമാണോ നല്ലത്? അം ജന്നത്തുൽ ഖുൽദി, ജന്നത്തുൽ ഖുൽദ് എന്ന് പറഞ്ഞാൽ ശാശ്വതത്വം വാഗ്ദത്തം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗം, ശാശ്വതമായ സ്വർഗമാണോ നല്ലത്? അതോ ഈ വിവരിക്കപ്പെട്ട രൂപത്തിലുള്ള ശിക്ഷയുടെ കേദാരമായ ആ അഗ്നികുണ്ഠമാണോ വലുത്? ഏതാണ് ഉത്തമം? ഖുൽ, പ്രവാചകരെ ചോദിക്കവരോട്, അദാലിക ഖൈറുൻ, അതാണോ ഉത്തമം? അം ജന്നത്തുൽ ഖുൽദി, അതോ ശാശ്വത സ്വർഗമാണോ ഉത്തമം? ഏതാണ് ആ സ്വർഗം? അല്ലതി വഉദൽ മുത്തഖൂൻ, ഭയഭക്തന്മാരോട് വാഗ്ദത്തം ചെയ്യപ്പെട്ടിട്ടുള്ളതായ ശാശ്വത സ്വർഗമാണോ നല്ലത്? അതോ ഇതാണോ നല്ലത്? മുത്തഖീങ്ങൾക്കാണത് വാഗ്ദത്തം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് അല്ലാഹു പറയുമ്പോ നമ്മൾ മനസ്സിലാക്കണം, നരകം അല്ലാഹു നിഷേധികൾക്കും ഫാസിഖീങ്ങൾക്കും ഒക്കെയാണെങ്കിൽ സ്വർഗത്തെ അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത് ഉഇദ്ദത ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടിട്ടുണ്ട്. അല്ലതി വഉദൽ മുത്തഖൂൻ, ഇവിടെ പറഞ്ഞ പദം എന്താണ്? മുത്തഖീങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു തആല കൊടുക്കാന്ന് പറഞ്ഞതാണ്. അള്ളാഹു കൊടുക്കാന്ന് പറഞ്ഞ കരാറാണ് മുത്തഖീങ്ങൾക്ക്. അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവര്,
ജീവിതത്തിൽ പാപങ്ങൾ വരാതെ നോക്കുക. അള്ളാഹ് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിവിന്റെ പരമാവധി ചെയ്യുക. അള്ളാഹു വിരോധിച്ചിട്ടുള്ളതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുക. തഖ്വയതാണ്. മുൾപടർപ്പുകളും കുപ്പിച്ചില്ലുകളും മാലിന്യങ്ങളും വിഷജന്തുക്കളുമൊക്കെ ധാരാളമായി നിറഞ്ഞു നിൽക്കുന്ന ഇടുങ്ങിയ ഒരു വഴിയിലൂടെ ഒരു മനുഷ്യൻ നടന്നു പോകേണ്ടി വന്നാൽ അവൻ എത്രത്തോളം അവന്റെ ശരീരത്തിലും വസ്ത്രത്തിലുമൊക്കെ മുള്ളും അതുപോലെ തന്നെ വിഷജന്തുക്കളുടേതായ ദംശനങ്ങളുമൊക്കെ ഏൽക്കാതിരിക്കുവാനും ആ രൂപത്തിലുള്ള സൂക്ഷ്മത എത്രത്തോളം ഒരാൾക്കുണ്ടാകും ഒരു വഴിയിലൂടെ നടക്കുമ്പോൾ, അതിനേക്കാൾ വലിയ സൂക്ഷ്മതയോടുകൂടെ ഈ ദുനിയാവിന്റെ രൂപത്തിലുള്ള ഷർറുകളെ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകലാണ് തഖ്വ എന്ന് പറയുന്നത്. ആ രൂപത്തിൽ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിച്ച ആളുകൾക്ക് അല്ലാഹു തആല സ്വർഗം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. കാനത്ത് ലഹും ജസാഅ, കാനത്ത് ലഹും അതവർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. എങ്ങനെ? ജസാഅ, പ്രതിഫലമായിട്ട് അല്ലാഹു അവർക്ക് കൊടുക്കുന്നതാണ്. വമസീറാ, അവർക്ക് എന്നെന്നും ചെന്നു ചേരാനുള്ള മടക്കസ്ഥാനമായിക്കൊണ്ടും റബ്ബ് നിശ്ചയിച്ചതാണ് ആ സ്വർഗം. ആ സ്വർഗം അവർക്ക് ജസാഅൻ, അവർ ചെയ്ത അവരുടേതായ ഇബാദത്തുകൾക്ക് നന്മകൾക്കൊക്കെ പ്രതിഫലമായിട്ടുള്ള കൊടുക്കുന്നതാണ്. വമസീറാ, മടങ്ങാനുള്ള സ്ഥലവുമാണ്. അതാണോ വേണ്ടത്, അതോ നേരത്തെ പറഞ്ഞ നരകമാണോ വേണ്ടത് എന്ന് ചോദിക്കൂ നബിയെ. എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? ബുദ്ധിയുള്ളവർക്ക് ആർക്കും തെരഞ്ഞെടുക്കാൻ കഴിയുക സ്വർഗത്തെയല്ലേ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹു നമ്മെ സ്വർഗത്തിന്റെ ഉടമകളാക്കി സ്വർഗത്തിന്റെ അവകാശികളാക്കി മാറ്റി തരുമാറാകട്ടെ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതാണ് ആ സ്വർഗം? ലഹും ഫീഹാ മാ യശാഊന ഖാലിദീൻ കാന അലാ റബ്ബിക വഅദം മസ്ഊലാ. ലഹും അവർക്കുണ്ടായിരിക്കുന്നതാണ്, ഫീഹാ ആ സ്വർഗത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്, മാ യശാഊൻ ഉദ്ദേശിക്കുന്നതെന്തും ലഭിക്കുന്ന ലോകമാണ് സ്വർഗം. മാ യശാഊന, അവർ ഉദ്ദേശിക്കുന്നതെന്തോ അതും മുഴുവനും അവർക്ക് കിട്ടുന്ന ലോകമാണ് സ്വർഗം. മാത്രമല്ല ഖാലിദീൻ, അതിലവർ നിത്യവാസികളാണ്. സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ അള്ളാഹു മിക്ക സ്ഥലത്തും ഇങ്ങനെ ഖാലിദീന ഫീഹാ അബദാ ഇങ്ങനെ പറയുന്നത് എന്തിനാ? അതൊരു വല്ലാത്ത സന്തോഷത്തിന്റെ വാക്കല്ലേ. കാരണം ഈ ലോകത്ത് എത്ര തന്നെ സുഖങ്ങൾ ഒരു മനുഷ്യന് കിട്ടിയാലും ആ സുഖങ്ങളൊക്കെ ഇട്ടേച്ചുകൊണ്ട് ഞാൻ ഒരിക്കൽ ഇവിടെ നിന്ന് യാത്ര പോകേണ്ടവനാണ്. ഈ സുഖങ്ങളെല്ലാം മുറിച്ചു കളയുന്ന മരണം എനിക്ക് വരാനുണ്ട്. ഈ സുഖങ്ങളൊക്കെ അവസാനിക്കുന്ന ഏത് സുഖത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് എന്ന് ചിന്തിക്കുമ്പോ ഏതൊരു സന്തോഷത്തിന്റെ ഘട്ടത്തിലാണെങ്കിലും മനുഷ്യന് അതോർക്കുമ്പോ വല്ലാത്തൊരു സങ്കടം തോന്നും, അതോർക്കുമ്പോ വല്ലാത്തൊരു മനോദുഃഖം അവൻ അനുഭവപ്പെടുമല്ലോ. എന്നാൽ സ്വർഗത്തിന്റെ കാര്യത്തിൽ അതുപോലുമില്ല. അവിടെ നിന്ന് പുറത്തേക്കൊരിക്കലും പോകണ്ട. ഖാലിദീൻ, അവരതിൽ നിത്യവാസികളായ നിലക്ക് ഉദ്ദേശിക്കുന്നത് എന്തും അവർക്കുണ്ട്. മരണനേരത്ത് മുഅ്മിനീങ്ങളോട് അല്ലാഹു തആല പറയുന്നില്ലേ? മരണനേരത്ത് മുഅ്മിനീങ്ങളോട് അല്ലാഹു തആല സന്തോഷ വാർത്ത അറിയിക്കുന്നിടത്ത് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. നിങ്ങളോട് കരാർ ചെയ്യപ്പെട്ട സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്നു, നിങ്ങളെ സന്തോഷിച്ചോളൂ എന്നല്ലേ അവരോട് പറയപ്പെടുന്നത്. അവിടെ നിങ്ങൾ എന്തുദ്ദേശിച്ചാലും അത് കിട്ടുമെന്നല്ലേ. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ എന്നൊക്കെ പറഞ്ഞതിന്റെ ശേഷം മലക്കുകൾ പറയുന്നത് എന്താ? വലക്കും ഫീഹാ മാ തദ്ഈ അൻഫുസുകും വലക്കും ഫീ മാ തശ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ഊൻ. നിങ്ങൾക്കവിടെ ആശിക്കുന്നത് മുഴുവനും കിട്ടുന്ന ലോകമാണ്. അതുപോലെ തന്നെ ആവശ്യപ്പെടുന്നത് എന്തും കിട്ടുന്ന ലോകമാണ്. നുസുലം മിൻ ഗഫൂരിർ റഹീം, ഗഫൂറുർ റഹീമുമായ അല്ലാഹുവിന്റെ വിരുന്ന് സൽക്കാരം എന്ന നിലക്ക്. അല്ലാഹു നമ്മെ
ഉൾപ്പെടുത്തുമാറാകട്ടെ സ്വർഗാവകാശികളിൽ. ലഹും മാ ലഹും അവർക്കുണ്ട് ഫീഹാ ആ സ്വർഗത്തിലുണ്ട് മാ യശാഊന അവർ ഉദ്ദേശിക്കുന്നത് എന്തുമുണ്ട്. ഖാലിദീന നിത്യവാസികളായ നിലയിലാണ് അവർ താമസിക്കുന്നത്. കാന അലാ റബ്ബിക വഅദം മസ്ഊലാ കാന അലാ റബ്ബിക കാന അതാകുന്നു അലാ റബ്ബിക നിന്റെ രക്ഷിതാവിന്റെ മേൽ നിന്റെ റബ്ബിന്റെ മേൽ വഅദൻ അതൊരു കരാറാണ്. അല്ല തന്ന കരാറാണത്. എങ്ങനെയുള്ള കരാറ്? മസ്ഊല ഉത്തരവാദപ്പെട്ട കരാറാണത്. ലോകത്ത് മനുഷ്യന്മാരൊക്കെ പലരോടും പല വാഗ്ദത്തങ്ങളും ഓഫറുകളും നടത്താറുണ്ട് ചില കാര്യസാധ്യത്തിന് വേണ്ടി. ആ കാര്യം നേടിക്കഴിഞ്ഞാൽ പിന്നെ ഓഫറുകൾ നടത്തിയ നേതാക്കന്മാരെയോ ആളുകളെയൊന്നും പിന്നെ കാണാറില്ല. അവർ ഓഫർ നൽകപ്പെട്ടവരെ തിരിഞ്ഞു നോക്കാറ് പോലുമില്ല. ഇത് റഹ്മാനായ റബ്ബിന്റെ ഓഫറാണ്, അള്ളാഹുവിന്റെ കരാറാണ്. ഉത്തരവാദിത്ത ബോധത്തോടുകൂടെയാണ് അവൻ കരാറ് ചെയ്തിട്ടുള്ളത്. മസ്ഊല അള്ളാഹാരും ചോദിക്കുമെന്നൊന്നുമല്ല, അള്ളഹാനോട് ആരും ഇതിനെക്കുറിച്ച് ചോദിക്കുമെന്നൊന്നുമല്ല പറഞ്ഞതിന്റെ ഉദ്ദേശം. റഹ്മാനായ റബ്ബ് ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ, അള്ളഹാനോട് ആരും ഒന്നും ചോദിക്കാനില്ല, എല്ലാവരോടും അവനാണ് ചോദിക്കുക. എന്നാൽ അള്ളാഹു അവന്റെ നീതിയുടെ കൃത്യമായ കാര്യത്തെ സംബന്ധിച്ച് നമ്മോട് അറിയിച്ചു തന്ന വാചകമാണിത്. കാന അലാ റബ്ബിക വഅദൻ മസ്ഊല ഉത്തരവാദപ്പെട്ട നിലക്ക് നിന്റെ റബ്ബ് എടുത്തിട്ടുള്ള കരാറും വാഗ്ദത്തവുമാണിത്. അത് തരും, പറഞ്ഞാൽ അത് തരും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കരാറ്, അള്ളാഹുവിന്റെ വാഗ്ദത്തം അവൻ ഒരിക്കലും ലംഘിക്കുന്നവനല്ല. ഇതാണ് സത്യവിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗം. ഏതാ നിങ്ങൾക്ക് വേണ്ടതെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചിട്ടുള്ളത്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഒക്കെ അവൻ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവേ സ്വർഗം തരണം. നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കാറുണ്ട്, നരകത്തിൽ നിന്ന് രക്ഷിക്കണേ അല്ലാ. കാരണം സ്വർഗത്തെ തേടിക്കൊണ്ടേയിരിക്കണം, നരകത്തിൽ നിന്ന് കാവൽ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അത്രത്തോളം മനോഹരമാണ് സ്വർഗം. ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരാൾക്കും നിരൂപിക്കാൻ പോലും സാധിച്ചിട്ടില്ലാത്ത സുഖ സൗകര്യങ്ങളുടെ കേന്ദ്രമാണ് സ്വർഗമെങ്കിൽ ശിക്ഷയുടെയും അതുപോലെ തന്നെ അട്ടഹാസങ്ങളുടെയും ഒരിക്കലും നമുക്ക് ഒരു കാരണവശാലും ഇവിടെ വെച്ച് അല്പം പോലും എന്താണ് ഇതിന്റെ രൂപം എന്ന് പോലും മനസ്സിലാക്കാൻ സാധ്യമല്ലാത്ത കഠിന കഠോരമായ ശിക്ഷകളുടെ ലോകമാണ് നരകം. രണ്ടും ഒരുക്കി തയ്യാറാക്കി വെക്കപ്പെട്ടിരിക്കുകയാണ്. ഒന്ന് സത്യവിശ്വാസികൾക്കാണെങ്കിൽ മറ്റൊന്ന് സത്യനിഷേധികൾക്കാണ്. ഏതാ വേണ്ടതെന്നാ ചോദിക്കുന്നത്. ഖുൽ അദാലിക ഖൈറുൻ അം ജന്നത്തുൽ ഖുൽദില്ലതി വഅദൽ മുത്തഖൂൻ. ഏതാണ് ഉത്തമം, ഏതാണ് ഖൈറ്? സ്വർഗമാണോ നരകമാണോ? അത് തെരഞ്ഞെടുക്കാൻ ഇവിടെ വെച്ച് നമ്മൾ മറുപടി പറയണം. പരലോകത്തെത്തിയിട്ട് എനിക്കതാ വേണ്ടതെന്ന് പറഞ്ഞിട്ട് രക്ഷല്ലല്ലോ. ആരെങ്കിലും ഒരു ശുപാർശ പറയാനുണ്ടോ? ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടാൻ നിമിത്തമുണ്ടോ? ഒന്ന് മടങ്ങിപ്പോകാൻ ചാൻസ് തരുമോ എന്നൊക്കെ പരലോകത്ത് പാപികൾ വിലപിക്കുമെന്ന് ഖുർആൻ പല സ്ഥലത്ത് പറഞ്ഞതാണ്. എന്നാൽ അവിടെ ഒരു നിലവിളിക്കും ഒരു അട്ടഹാസങ്ങൾക്കും ചെവി കൊടുക്കാനും സഹതപിക്കാനും ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണം വരുന്നതിൻ്റെ മുമ്പേ ഒരുങ്ങിക്കൊള്ളുക എന്നാണ് എനിക്ക് എന്നോടും നിങ്ങളോടും വിനീതമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഈ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള വഴികൾ നമുക്ക് പഠിപ്പിച്ചു തന്നുകൊണ്ടും ഈ പറഞ്ഞ അത്യുന്നതമായ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴികൾ നമുക്ക് വിശദീകരിച്ചു തന്നുകൊണ്ട് അത്തരത്തിലുള്ള ദിശാബോധം നൽകിക്കൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മിൽ ജീവിച്ച് വഫാത്തായി പോയിട്ടുള്ളത്. അതുകൊണ്ട് ആ മാർഗദർശനത്തെ പിൻപറ്റി അള്ളാഹു കൃത്യമായ നിലക്ക് നമ്മൾ എവിടെയൊക്കെ ഉണ്ടാകണോ, ഏതൊക്കെ ചെയ്യണോ അവിടെയൊക്കെ നമ്മൾ ഉണ്ടാകണം, ചെയ്യണം. എവിടെയൊക്കെ നമ്മെ കാണരുതെന്ന് പറഞ്ഞോ അവിടെ നമ്മെ കാണരുത്, നമ്മുടെ പ്രവൃത്തിയിൽ അത് ഉണ്ടാകരുത്. ആ അർത്ഥത്തിൽ കൃത്യമായി നന്മകളിൽ മുന്നേറി തിന്മകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് അള്ളാഹു ശാശ്വതത്വത്തിന്റെ ലോകമായി നിശ്ചയിച്ചിട്ടുള്ള സ്വർഗം അതിൻ്റെ അവകാശികളായി മാറുവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുക, പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. കഠിനകഠോരമായ നരകശിക്ഷയിൽ നിന്ന് കാവലിന് വേണ്ടി സദാ ആത്മാർത്ഥമായി തേടിക്കൊണ്ടിരിക്കുക. റഹ്മാനായ റബ്ബ് സ്വർഗാവകാശികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കത്തിയാളുന്ന നരകാഗ്നിയിൽ നിന്ന് നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും മറ്റു ബന്ധുമിത്രാദികളെയും എല്ലാ മുഅ്മിനീങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.
നമ്മിലെ രോഗികൾക്ക് അല്ലാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ സജ്ജനങ്ങൾക്കും അല്ലാഹു സ്വർഗം നൽകുകയും നരകത്തിയിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.